നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥി സമരം ഫലം കണ്ടു. പുഴുശല്യം നീക്കാൻ സീലിംഗ് നിർമ്മാണം തുടങ്ങി. തിരൂരിൽ വിദ്യാർത്ഥിനിയെ കയറിപ്പിടിച്ച യുവാവിനെ സഹപാഠികൾ ഓടിച്ചിട്ട് പിടികൂടി. വിദ്യാർത്ഥി സമരം ബാഹ്യ ഇടപെടലുണ്ടായോ എന്ന് അന്വേഷിക്കണമെന്ന് PTA. കാളാട് സ്വദേശിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. മാലിന്യം നിറഞ്ഞ കിണർ, പകർച്ചവ്യാധി ഭീഷണി. പെട്രോൾ പമ്പിന് മുമ്പിൽ പിക്കപ്പ് വാന് തീപിടിച്ചു. വിശദമായ വാർത്തകൾ. BP അങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭക്ഷണത്തിൽ പുഴുവീണ ക്ലാസ് റൂമിൽ ഓടിന് താഴെ സീലിംഗ് ചെയ്തു തുടങ്ങി. കഴിഞ്ഞ ദിവസമാണ് നിർമ്മാണം ആരംഭിച്ചത്. തിങ്കളാഴ്ചയോടെ 3 ക്ലാസ് റൂമുകളുടെ സീലിംഗ് വർക്ക് പൂർത്തിയാകുമെന്ന് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ VC അബ്ദുൾ റൌഫ് പറഞ്ഞു. ട്രോമ കെയറിന്റെ നേതൃത്വത്തിൽ സ്കൂളിനോട് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തിയും പുരോഗമിക്കുന്നു. തിരൂർ BP അങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി സമരത്തെ തുടർന്നാണ് സ്കൂൾ കെട്ടിടത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തി ആരംഭിച്ചത്. വിദ്യാർത്ഥി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേൽക്കൂരയിൽ നിന്നും ഭക്ഷണത്തിലേക്ക് തേരട്ട വീണുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സമരം. പ്രാദേശിക ഭരണകൂടവും മന്ത്രിയുമടക്കം വിഷയത്തിൽ ഇടപെട്ടതോടെ സ്കൂൾ കെട്ടിടത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്ന പ്രവൃത്തിയും ക്ലാസ് റൂമുകളിൽ ഓടിന് താഴെ സീലിംഗ് നിർമ്മാണവും തുടങ്ങി. കഴിഞ്ഞ ദിവസമാണ് നിർമ്മാണം ആരംഭിച്ചത്. തിങ്കളാഴ്ചയോടെ 3 ക്ലാസ് റൂമുകളുടെ സീലിംഗ് വർക്ക് പൂർത്തിയാകുമെന്ന് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ VC അബ്ദുൾ റൌഫ് പറഞ്ഞു. PTA ഫണ്ട് 70,000-ഓളം രൂപ ചെലവഴിച്ചാണ് ഇത് പൂർത്തീകരിക്കുന്നത്. സീലിംഗ് വർക്ക് പൂർത്തിയാകുന്നതോടെ ക്ലാസ് റൂമുകൾ ഉപയോഗപ്പെടുത്താൻ കഴിയും. 3 മാസത്തിനുള്ളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നീക്കവും നടന്നുവരുന്നുണ്ട്. ന്യൂസ് തലക്കാട്. തിരൂർ ബസ് സ്റ്റാൻഡിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ കയറിപ്പിടിച്ച അക്രമിയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. താനൂർ ഉണ്ണിയൽ കോയമ്മുന്റെ പുരയ്ക്കൽ ജർഷാദിനെയാണ് തിരൂർ CI KJ ജിനേഷ് അറസ്റ്റ് ചെയ്തത്. തിരൂരിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിനിയെയാണ് അക്രമി കയറിപ്പിടിച്ചത്. ശനിയാഴ്ച രാവിലെയാണ് സംഭവം. ക്ലാസ് കഴിഞ്ഞ് തിരൂർ ബസ് സ്റ്റാൻഡിലെ ഫാൻസി ഷോപ്പിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിനിടെ യുവാവ് പെൺകുട്ടിയെ കയറിപ്പിടിക്കുകയായിരുന്നു. തുടർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ സഹപാഠികളായ പെൺകുട്ടികൾ പ്രതിയെ തടഞ്ഞുവെച്ചു. തിരൂർ പോലീസ് എത്തി അക്രമിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് തിരൂർ. തിരൂർ BP അങ്ങാടി ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന വിദ്യാർത്ഥിനികളുടെ പ്രതിഷേധ സമരത്തിൽ കുട്ടികളെ രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കാൻ ബാഹ്യ സംഘടനകൾ ഇടപെട്ടെന്ന സംശയമുണ്ടെന്നും ഇതേക്കുറിച്ച് സർക്കാർ അന്വേഷിക്കണമെന്നും PTA പ്രസിഡന്റ് MP മുഹമ്മദ് കോയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 2018 സർക്കാർ സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് പ്രഖ്യാപിച്ച കിഫ്ബി ഫണ്ട് ചെലവഴിക്കാതെ കിടന്നതാണ് സ്കൂളിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണമെന്ന് PTA. ജില്ലാ പഞ്ചായത്ത് അംഗം E അഫ്സലാണ് സമരക്കാരായ കുട്ടികൾക്കൊപ്പം തിരുവനന്തപുരത്ത് മന്ത്രിയെ കാണാൻ പോയത്. കുറച്ചു മുൻപേ ഇതുപോലെ ഇടപെട്ട് സ്വന്തം ഡിവിഷനിലേക്കുള്ള ഫണ്ട് കൊണ്ടുവന്ന് കൈകാര്യങ്ങൾ ചെയ്യുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ സംഭവം ഉണ്ടാകില്ലായിരുന്നു. അതിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് സർക്കാർ വിശദമായ അന്വേഷണം നടത്തണം. കാരണം കുട്ടികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നുള്ളത് ബാലിശമായ ഒരു ഏർപ്പാടാണ്. നമ്മളൊക്കെ കുറേ കാലമായിട്ട് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്മാരാണ്. ഞങ്ങളാരും ഇത്തരം കാര്യങ്ങൾ, കാരണം എന്നോടൊപ്പം ഇരിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുണ്ട്,
നമ്മളൊക്കെ 100% പിന്നെ മാനസികമായിട്ട് ഇതിനു വേണ്ടി തയ്യാറെടുത്തിട്ടായി പഠിപ്പിക്കുക. അവിടെ രാഷ്ട്രീയം നമ്മളാരും കാണാറില്ല. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയോട് വന്നിട്ടുണ്ട്, പക്ഷേ ഈ സമരം അവസാനിക്കുന്നത് ഏതാണ്ട് പാതി സമയമാകുമ്പോഴാണ് വരുന്നത്. പക്ഷെ ആദ്യ ഘട്ടത്തിൽ തന്നെ സമരത്തിന്റെ തുടക്കത്തിൽ കുട്ടികൾ പറയുന്നുണ്ട് PT പ്രസിഡന്റ് എവിടെ എന്നുള്ള കാര്യം. PT പ്രസിഡന്റ് താങ്കൾ വന്നില്ല, ഈ സമരം തണുപ്പിക്കാൻ താങ്കൾ എന്തെങ്കിലും ഇടപെടൽ നടത്തിയോ? ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ കോഴിക്കോടായിരുന്നു. ഞാൻ ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് അപ്പോഴേക്കുമാണ് ഈ 50 ലക്ഷം റുപ്യയുടെ ഫണ്ടിൻ്റെ വിഷയം പറഞ്ഞില്ല. തലേ ദിവസം മലപ്പുറത്ത് ഞാനും പ്രിൻസിപ്പളും HM ജില്ലാ പഞ്ചായത്ത് വിളിച്ച മീറ്റിങ്ങിന് പോയി. അവിടെ വെച്ച് ആ 50 ലക്ഷത്തിൻ്റെ ഇഷ്യൂസ് ഞാൻ പറയട്ടെ, തലേ ദിവസം അത് തീർക്കാം എന്ന് വെച്ചിട്ട് പോയതാണ്. പിറ്റേ ദിവസത്തേക്ക് വെച്ചു. അവിടുന്ന് തീരുമാനമാവാതായപ്പോൾ. കാരണം ഇത് ഡെപ്പോസിറ്റ് ചെയ്യൽ നിർബന്ധമെന്ന് പറഞ്ഞു. MLA പങ്കെടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ MLAയുടെ ഓഫീസിലേക്ക് വന്നു. ഞാൻ കോഴിക്കോട് നേരെ വരുന്ന MLAയുടെ ഓഫീസിലേക്കാണ്. MLAയുടെ ഓഫീസിൽ വന്നപ്പോൾ ഈ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി അടക്കം അവിടെ എല്ലാവരും റെഡിയാണ്. ഞാൻ ലേശം വൈകിട്ടാണ് എത്തിയത്, ഓടിയെത്താനുള്ള. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടുന്ന് എല്ലാവരും ഇങ്ങോട്ട് പോകുന്നത്. അപ്പോഴേക്കും ഇവിടെ കുട്ടികളൊക്കെ പോയിരുന്നു, MLA അടക്കം. പിറ്റേ ദിവസം നമ്മളിവിടെ വന്നു. കുട്ടികളുമായിട്ട് പിറ്റേന്ന് സംസാരിച്ചു. കുട്ടികളുമായിട്ട് PTA പ്രസിഡന്റ് സംസാരിക്കണമെന്ന് പറഞ്ഞു. അന്ന് ഇവിടുത്തെ TCV ആസാദ് അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു, മറ്റ് പിന്നെ നിങ്ങളുണ്ടായിട്ടില്ല അന്ന്. അപ്പോൾ കുട്ടികളായിട്ട് സംസാരിച്ചു. പക്ഷെ കുട്ടികൾ പറഞ്ഞത് പിന്നെ തലക്കാട് പഞ്ചായത്തിൽ നടക്കുന്ന മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോവുള്ളൂ, അതിൻ്റെ തീരുമാനം അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ കുട്ടികൾ നിൽക്കുകയായിരുന്നു എന്നാണ് മനസ്സിലായി. ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചത് അതൊക്കെ സാധാരണയാണ്. മുഖ്യധാര പിന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇത്തരം വിഷയങ്ങൾ കാണുമ്പോൾ ഇടപെടും. അതല്ലാത്ത ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്ന് സർക്കാർ അന്വേഷിക്കണം. പോലീസ് വന്നിട്ടുണ്ടാവാം, അന്വേഷിച്ചിട്ടുണ്ടാവാം. അവിടെ ആ സംഘർഷം ഉണ്ടായ സമയത്ത് പോലീസ് ഉണ്ടായിരുന്നു എന്നും DYSP ബന്ധപ്പെട്ട് അവിടുത്തെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. മറ്റേത് നമ്മളെ അറിവിൽ പെട്ടിട്ടില്ല. അത് നമ്മളോട് ചോദിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അധ്യാപകരോടും ചോദിച്ചിട്ടുണ്ടോയെന്ന് അവരാരും നമ്മളോട് റിപ്പോർട്ട്. അതേക്കുറിച്ച് ഒരു രൂപ നമുക്കില്ല. എനിക്ക് തോന്നിയ കാര്യം നിങ്ങളെ ശ്രദ്ധയപ്പെടുത്തി സർക്കാരിനോട് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കഴിഞ്ഞ ഈ സംഘർഷം ഉണ്ടായതിന് ശേഷവും ഉണ്ടായ അന്നും ഒക്കെ ഇവിടെ എത്തിയിരുന്നു. വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്കൂളിൽ വന്നു. ഈ പുഴ വീഴുന്നതിന് മുമ്പ് ചോദിച്ചല്ലോ നിങ്ങൾ എന്തെങ്കിലും തീരുമാനം തോന്നുന്നു. പുഴുവിൻ്റെ കംപ്ലൈൻറ്റ് ടീച്ചേഴ്സ് പറഞ്ഞപ്പോൾ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ ഈ റൂമുകൾ സീലിംഗ് ചെയ്യാൻ വേണ്ടി എക്സിക്യൂട്ടീവ് തീരുമാനിക്കുകയും ഹയർ സെക്രട്ടറിൻ്റെ സ്റ്റാഫ് സെക്രട്ടറിയായ മഞ്ജരി ടീച്ചറെ ഇത് ചെയ്യാൻ വേണ്ടി അവരുടെ കീഴിൽ ആളുണ്ട് നമ്മൾ ഏർപ്പാടാക്കിയതാണ്. അതിനിടയിലാണ് ഈ വർഷത്തിന് പുഴുണ്ടായി ഒരാഴ്ച മുമ്പ്. പാറപ്പുറത്ത് ബാവഹാജി എന്ന ജീവകാരുണ്യ പ്രവർത്തകനാണ് 50 ലക്ഷം രൂപ സ്കൂളിന് കെട്ടിടം പണിയാൻ നൽകിയത്. കെട്ടിടം നിർമ്മിച്ചു നൽകാൻ ഇനി സർക്കാർ അനുമതി വേണമെന്നും MP മുഹമ്മദ് കോയ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ PTA വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഷ്റഫ്, PTA കമ്മിറ്റി അംഗങ്ങളായ ഹംസ മദീന, K സുരേഷ് എന്നിവർ പങ്കെടുത്തു. വെട്ടന്യൂസ് തിരൂർ. ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കാളാട് വട്ടക്കിണർ സ്വദേശി കുന്നത്ത് മുഹമ്മദ് റിഷാദ് എന്ന ബാപ്പുട്ടിയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. കവർച്ചാ കേസിൽ ജയിൽ കഴിയവെയാണ് കാപ്പ ചുമത്തിയത്. ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കവർച്ച, തട്ടിക്കൊണ്ടുപോയി കവർച്ച, കുറ്റകരമായ നരഹത്യാശ്രമം, കഠിനമായി ദേഹോദ്രവമേൽപ്പിക്കൽ, മോഷണം തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മുഹമ്മദ് റിഷാദ്. റിഷാദിനെ വിയൂർ സെൻട്രൽ ജയിലിൽ ഹാജരാക്കി 6 മാസത്തേക്ക് തടവിലാക്കി. ജില്ലയിൽ ഈ വർഷം ഇതുവരെ 16 പേരെ കാപ്പ ചുമത്തി തടവിലാക്കുകയും 47 പേരെ കാപ്പ ചുമത്തി നാടുകടത്തുകയും ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചതായി ജില്ലാ പോലീസ് മേധാവി S ശശിധരൻ അറിയിച്ചു. വെട്ടന്യൂസ് മലപ്പുറം. താനൂർ നഗരസഭ 36-ാം ഡിവിഷനിൽ ശുദ്ധജല വിതരണത്തിനുള്ള കിണർ നിർമ്മാണം പാതിയിൽ മുടങ്ങിയതോടെ ഇതിൽ മാലിന്യം നിറഞ്ഞ് രോഗഭീഷണി ഉയർത്തുന്നു. മഴ കനത്തതോടെ കിണറ്റിൽ വെള്ളം കെട്ടിനിന്ന് കൊതുക് പെരുകി. കിണർ മണ്ണിട്ട് മൂടണമെന്ന് ഒട്ടേറെ തവണ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് പ്രദേശവാസികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കിണർ മണ്ണിട്ട് മൂടണമെന്നും ഒട്ടേറെ തവണ അധികൃതരോട് ആവശ്യപ്പെട്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. സമീപത്തെ കിണറുകളിലെ വെള്ളത്തിന് നിറമാറ്റവും ദുർഗന്ധവും ഉണ്ടായി. പ്രദേശത്തെ കുട്ടികൾക്ക് പനിയും ഛർദിയും ബാധിച്ചതായും നാട്ടുകാർ പറഞ്ഞു. ഇന്നലെ വരെ ഈ 2 ദിവസം മുൻപ് വരെ അവിടെ കൊണ്ട് കുഴിച്ചിടാൻ നല്ല സുഖമാണ് എല്ലാവർക്കും. കാരണം അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് ഞങ്ങളാണ്. ഈ വിഷയത്തിൽ നിന്ന് ഒരിക്കലും ആരോഗ്യവകുപ്പിനോ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കൂല. എത്രയും പെട്ടെന്ന് തന്നെ ഇത് പരിഹാരം കാണണം.
അസുഖങ്ങൾ കുട്ടികൾക്കൊക്കെ ഫുള്ള് കൊതുക, പനി, ഛർദി ഒക്കെ ഉണ്ടായി. അപ്പോൾ ഒരു പകർച്ചവ്യാധി വരുന്നതിന് മുമ്പ് നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും മറ്റും പരാതി നൽകിയെങ്കിലും താൽക്കാലികമായി വൃത്തിയാക്കുകയേ ചെയ്തുള്ളൂ. തൊട്ടടുത്ത റേഷൻ കടയിൽ മഴവെള്ളം കയറി നശിച്ച 20 ചാക്ക് അരി ഈയിടെ കിണറിന് തൊട്ടടുത്ത് കുഴിച്ചിട്ടതായും INL ജില്ലാ സെക്രട്ടറി AK സിറാജ്, റാഫി സഖാഫി, തൻവീർ കോട്ടിലകത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വെട്ടന്യൂസ് താനൂർ. മലപ്പുറം വെട്ടിച്ചിറ കരിപ്പോൾ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപം ഭക്ഷ്യവസ്തുക്കളുമായി കോഴിക്കോട് ഭാഗത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ബൊലേറോ പിക്കപ്പ് വാനിന് തീപിടിച്ചു. തിരൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തിരൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ VK ബിജുവിന്റെ നേതൃത്വത്തിൽ 2 യൂണിറ്റ് ഫയർ എഞ്ചിനിൽ സേനാംഗങ്ങൾ സംഭവസ്ഥലത്തെത്തി വെള്ളം പമ്പ് ചെയ്ത് തീയണച്ചു. വാഹനത്തിലുണ്ടായിരുന്ന ഭക്ഷ്യവസ്തുക്കൾ മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി. മണിക്കൂറുകൾക്കൊടുവിൽ ഗതാഗത തടസ്സം പുനഃസ്ഥാപിച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ലിംസി കുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അബ്ദുൾ കരീം, VC രഘുരാജ്, KK സന്ദീപ്, KT ജയേഷ്, മഹേഷ്, വിനീഷ്, ശ്രീരാജ്, ഹോംഗാർഡ് P മുരളീധരൻ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത്. വെട്ടന്യൂസ് മലപ്പുറം. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.